Hi friends, welcome to my channel. ഇന്നത്തെ വീഡിയോ എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ്. ആദ്യം ഞാൻ കുഞ്ഞിന് വേണ്ട സാധനങ്ങളാണ് കാണിക്കുന്നത്. കുഞ്ഞിനുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങിയത് നിയാട്രോക്സ് എന്ന യൂട്യൂബ് ചാനൽ വഴി കിറ്റായിട്ടാണ് വാങ്ങിയത്. ഈ കിറ്റിൽ 23 ഐറ്റംസ് ആണ് ഉണ്ടായിരുന്നത്. അതുപോലെ ഇതെല്ലാം തന്നെ വാഷബിളുമാണ്. ഇതിപ്പോൾ പ്രോഡക്റ്റ്സ് വന്നപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പോൾ ഞാൻ ഇതെല്ലാം വാഷ് ചെയ്തിട്ടാണ് ബാഗിൽ വയ്ക്കുന്നത്. ഒന്നിൻ്റെയും കളറൊന്നും പോയിട്ടില്ല. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഐറ്റംസ് ആണ് എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഐറ്റം ഹിമാലയയുടെ ബേബി സോപ്പും ഹിമാലയയുടെ തന്നെ ബേബി പൗഡറുമാണ്. ഹിമാലയ സോപ്പിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അലോവേരയും ഒലിവ് ഓയിലും ആൽമണ്ട് ഓയിലും അതുപോലെ മിൽക്കുമാണ്. ഇതിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളേഴ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ പാരബൻസും ആനിമൽ ഫാറ്റും ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഹിമാലയ പൗഡറിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് രാമച്ചമാണ്. ഇതും പാരബൺ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അടുത്തത് ടെഡി ഡയപ്പറാണ്. ഇതിൽ 10 ഡയപ്പേഴ്സാണ് ഉള്ളത്. നെക്സ്റ്റ് ഐറ്റം കുഞ്ഞിനുള്ളതല്ല. ഇത് കിറ്റിൻ്റെ കൂടെ വന്നതുകൊണ്ട് ഞാനിപ്പോൾ കാണിച്ചതേ ഉള്ളൂ. ഇത് ഞാൻ വേറൊരു ബാഗിലാണ് പാക്ക് ചെയ്യുന്നത്. ഇത് ന്യൂമോം ബ്രാൻഡിൻ്റെ മറ്റേണിറ്റി മാക്സി പാഡാണ്. ഇതിൽ 5 പാഡ്സാണുള്ളത്. 850 ml ബ്ലഡ് കപ്പാസിറ്റിയുള്ള പാഡാണിത്. നെക്സ്റ്റ് ഐറ്റം മിറ്റൻസ് ബൂട്ടീസ് ആൻഡ് ക്യാപ്പാണ്. ഇത് ആപ്പിൾ ബേബി എന്ന ബ്രാൻഡിൻ്റെയാണ്. അടുത്തത് ഹിമാലയയുടെ ജെൻറ്റിൽ ബേബി വൈപ്സ് ആണ്. ഇതിൽ 24 വൈപ്സ് ആണുള്ളത്. അടുത്തത് ബേബി ബിബാണ്. ഇത് കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ ദേഹത്തൊന്നും ആകാതിരിക്കാൻ വേണ്ടി കുഞ്ഞിൻ്റെ കഴുത്തിൽ ഇത് വെച്ച് കൊടുത്തിട്ട് പാല് കൊടുക്കാവുന്നതാണ്. അടുത്തത് ബേബി ഫേസ് ടൗലാണ്. ഇത് 6 എണ്ണമുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഈ ഫേസ് ടവൽസ് ആപ്പിൾ ബേബി ബ്രാൻഡിൻ്റെയാണ്. നെക്സ്റ്റ് നാപ്പിയാണ്. ഇത് 3 പീസുള്ള ഒരു സെറ്റാണ്. ഇതും നല്ല സോഫ്റ്റാണ്. അടുത്തത് പ്യുവർ കോട്ടൺ കളർ പ്രിൻറ്റഡ് ജെബിലയും അതുപോലെ പ്യുവർ കോട്ടൺ വൈറ്റ് ജെബിലയുമാണ്. വൈറ്റ് ജെബിലം 3 പീസും അതുപോലെ കളർ ജെബിലം 2 പീസുമാണുള്ളത്. നെക്സ്റ്റ് ഒരു ബാത്ത് ടവലാണ്. ഇത് ലാർജ് സൈസാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണിത്. നെക്സ്റ്റ് ബേബി ടവലാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇതിൻ്റെ ഒരു സൈഡ് മാത്രം പ്രിൻറ്റഡ് ആണ്. അതുപോലെ ഇത് വാഷ് ചെയ്തപ്പോൾ കളറൊന്നും പോയിട്ടില്ല. ഇത് കുഞ്ഞിനെ നന്നായിട്ട് കവർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അടുത്തതൊരു ട്രൈ ഷീറ്റാണ്. ഇത് കുഞ്ഞിനെ ബെഡിൽ കിടത്തുന്ന സമയത്ത് ഈ ഒരു ട്രൈ ഷീറ്റ് വിരിച്ച് അതിൻ്റെ മുകളിൽ കിടത്തുകയാണെങ്കിൽ കുഞ്ഞ് യൂറിനൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് ബെഡിലൊന്നും ആകാതിരിക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ പുറം ഭാഗം പ്ലാസ്റ്റിക് പോലെയാണ്. വാഷ് ചെയ്തതിന് ശേഷം ഇത് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അടുത്തതൊരു വൈറ്റ് റിസീവിങ് ടവലാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. പ്യുർ കോട്ടൺ ആണ്. അതുപോലെ തന്നെ ഡബിൾ ക്ലോത്ത് ആണ്. അടുത്തത് ബേബി സ്ലീപ്പിംഗ് സ്യൂട്ടാണ്. രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇതിൻ്റെ താഴെ വരെ സ്ലിപ്പാണ്. കൈയും കാലുമൊക്കെ നന്നായിട്ട് കവറായിട്ട് ഇരിക്കുന്നതാണ്. പിന്നെ നെക്സ്റ്റ് ബേബി പില്ലോയാണ്. നല്ല സോഫ്റ്റാണിത്. ഇത് ബേബി ബെഡിൻ്റെ കൂടെ കിട്ടുന്നതാണ്. ഇതാണ് ബേബി സൂപ്പർ സോഫ്റ്റ് ബെഡ്. നല്ല സോഫ്റ്റാണ്, കംഫർട്ടബിളാണ്. ഇത് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഞാനിത് യൂസ് ചെയ്യുന്നതിന് മുൻപ് ഇപ്പോൾ ഇത് വാഷ് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു നെറ്റും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് സ്ലീപ്പിംഗ് ബാഗാണ്. ഇതിൽ നമുക്ക് കുഞ്ഞിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് വളരെ ഈസിയാണ്. ഇതും ഞാൻ വാഷ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് കിറ്റിൻ്റെ കൂടെ കിട്ടിയത്. ഇനി ഞാൻ എക്സ്ട്രാ ഐറ്റംസ് എന്തൊക്കെയാണ് കുഞ്ഞിൻ്റെ ബാഗിൽ വയ്ക്കുന്നത് എന്ന് കാണിക്കാം. ഇത് 4 സൈഡ് അടിച്ചെടുത്തിട്ടുള്ള ചെറിയ തുണികളാണ്. പിന്നെ ഒരു ഡയപ്പർ റാഷ് ക്രീം എടുത്തിട്ടുണ്ട്.
പിന്നെ എടുത്തിട്ടുള്ളത് ഹിമാലയയുടെ തന്നെ ബേബി ലോഷനാണ്. പിന്നെ ഒരു ഡെറ്റോളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് കുഞ്ഞിൻ്റെ ബാഗിലുള്ള സാധനങ്ങൾ. അപ്പോൾ ഇനി എനിക്ക് വേണ്ടി എന്തൊക്കെ സാധനങ്ങളാണ് എടുത്തു വെക്കുന്നത് നോക്കാം. വളരെ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ എടുത്തു വെക്കുന്നുള്ളൂ, ഒരുപാടൊന്നും എടുത്തു വയ്ക്കുന്നില്ല. ആദ്യമായിട്ട് എടുത്ത് വെക്കുന്നത് ഒരു ബെഡ്ഷീറ്റാണ്. ഒരെണ്ണം മതിയാകും, കാരണം നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ബെഡ്ഷീറ്റും പുതപ്പും പില്ലോ കവറൊക്കെ കിട്ടുന്നതാണ്. അതുകൊണ്ട് ഒരെണ്ണം മാത്രമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു കുർത്തായാണ്. ഇത് ഫീഡിങ് കുർത്തായാണ്. ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ ഇടാനായിട്ടാണ് ഈ ഒരു കുർത്ത എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് ഡെറ്റോളിൻ്റെ ഒരു സാനിറ്റൈസറാണ്. പിന്നെ ഇതിപ്പോൾ നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്, മാസ്ക്. പിന്നെ എടുത്തിട്ടുള്ളത് വിവാഷാണ്. പാരച്യൂട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വാഷിംഗ് സോപ്പും ബാത്ത് സോപ്പും എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ന്യൂമോ ബ്രാൻഡിൻ്റെ മറ്റേണിറ്റി സാനിറ്ററി പാഡും അതുപോലെ ട്രസ്റ്റ് മീയുടെ ഒരു പാഡുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് 2 അണ്ടർ സ്കേർട്ടാണ്. 3 നൈറ്റീസാണ് എടുത്തിട്ടുള്ളത്. അതിൽ 2 എണ്ണം ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ളതാണ്. പിന്നെ 2 മുണ്ട് എടുത്തിട്ടുണ്ട്, എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ എടുക്കാനായിട്ട്. 2 തോർത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഹോസ്പിറ്റലിലെ എല്ലാ റൂമിൻ്റെയും അവിടെ ഒരു ചെറിയൊരു ബാൽക്കണി പോലെയുണ്ട്. അവിടെ നമുക്ക് തുണിയൊക്കെ വിരിച്ചിടാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ക്ലിപ്പ്. പിന്നെ എടുത്തിരിക്കുന്നത് വൈറ്റ് ടോണിൻ്റെ ഒരു പൗഡറാണ്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു വൈറ്റ് ടോണിൻ്റെ പൗഡറാണ്. നെക്സ്റ്റ് ഒരു മേക്കപ്പ് പൗച്ചാണ്. ഈ ഒരു പൗച്ച് എനിക്ക് സ്മിറ്റൺ ആപ്പിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. എങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് പ്രോഡക്റ്റ്സ് വാങ്ങാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ മുകളിലുള്ള ഐക്കാർഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പൗച്ചിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. മാമായർത്തിൻ്റെ അൾട്രാലൈറ്റ്സ് ഇന്ത്യൻ സൺസ്ക്രീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു സൺസ്ക്രീനും എനിക്ക് സ്മിറ്റൺ ആപ്പിൽ നിന്ന് ഫ്രീ ആയിട്ടാണ് കിട്ടിയത്. നെക്സ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ലിപ് ബാമാണ്. വിൻ്റർ സീസൺ ആയതുകൊണ്ട് ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. നെക്സ്റ്റ് ഈ പൗച്ചിലുള്ളത് VLCCയുടെ വൈൽഡ് ടർമറിക് ഫേസ് വാഷാണ്. പിന്നെ എടുത്തിട്ടുള്ളത് ലാക്മിയുടെ ഐക്കോണിക് കാജലാണ്. പിന്നെ ഇതൊരു ബ്രൗൺ ഐബ്രോ പെൻസിലാണ്. അടുത്തത് യാഡ്ലിയുടെ ഒരു പോക്കറ്റ് പെർഫ്യൂമാണ്. പിന്നെ എടുത്തിട്ടുള്ളത് ചെറിയൊരു ബോട്ടിൽ റോസ് വാട്ടറാണ്. പിന്നെ ചെറിയൊരു മിററാണ്. പിന്നെ ഇത് മോംസ്കോ ബ്രാൻഡിൻ്റെ നാച്ചുറൽ ബോഡി ബട്ടറാണ്. ചൊറിച്ചിലൊക്കെ തോന്നുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടർ എടുത്തിട്ടുള്ളത്. ഇത് പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ മാറ്റിഫൈയിങ് മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ മേക്കപ്പ് പൗച്ചിൻ്റെ അകത്ത് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് പേപ്പറുകൾ എടുത്തിട്ടുണ്ട്, എന്തെങ്കിലും പൊതിയാനായിട്ടും അതുപോലെ പാടൊക്കെ പൊതിയാനായിട്ട് കുറച്ച് പേപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഹോസ്പിറ്റൽ റെക്കോർഡ്സ് ആണ്. ഇത് ശരിക്കും എടുക്കേണ്ട ആവശ്യമില്ല, ഇപ്പോഴെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. എന്നാലും നമുക്ക് അഡ്മിറ്റ് ആകുമ്പോൾ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും ആധാർ കാർഡും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ചാർജറും മൊബൈലുമാണ്. പിന്നെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. പ്ലേറ്റ് 1 മതിയാകും, കാരണം ക്യാൻറ്റീനിൽ നിന്നാണ് ഫുഡ്. പിന്നെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ഫ്ലാസ്ക്കാണ്. 2 സ്പൂണും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ബാഗിൻ്റെ സൈഡിലുള്ള കളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് തലവേദനയുള്ളപ്പോൾ യൂസ് ചെയ്യുന്ന ആയുർവേദത്തിൻ്റെ ഒരു റോളറാണ്. അടുത്തത് കാൽസ്യത്തിൻ്റെയും അയണിൻ്റെയും ടാബ്ലറ്റ്സ് ആണ്. പിന്നെ ഒരു പേന എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു കൊന്തയാണ്. പിന്നെ ഒരു വാച്ചാണ് ഇതിലുള്ളത്. അടുത്ത സൈഡിൽ വെച്ചിരിക്കുന്നത് ക്ലോസപ്പിൻ്റെ ഒരു പേസ്റ്റും അതുപോലെ ബ്രഷുമാണ്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ചീപ്പാണ്. പിന്നെ ചെറിയൊരു കത്രിക എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്ലിപ്പും 2 ബുഷുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ.
അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബായ്.